കോൺഗ്രസ് ഭരണത്തോട് അടുക്കുന്നു, UDF ഭരണത്തോട് അടുക്കുന്നു. തീർച്ചയായും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട്. യഥാർത്ഥത്തിൽ അതിലും ഞാൻ വലിയ തെറ്റ് കാണുന്നില്ല. കാരണം വളരെ വ്യത്യസ്തരായ ഒരുപാട് തുല്യരായ നേതാക്കളുണ്ട്. LDF-ൽ പിണറായി വിജയൻ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളുടെ പേര് പറഞ്ഞാൽ പാർട്ടി പിളരും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയല്ല ജനാധിപത്യം വേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞാൽ അയാൾ തോറ്റുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും കോൺഗ്രസിൽ ഒരുപാട് നേതാക്കൾ അതിന് യോഗ്യരായി തുല്യരായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ആന്റണിയും കരുണാകരനും ഒക്കെ ഉള്ള കാലത്ത് ആ ചോദ്യങ്ങളില്ല. പക്ഷെ ഇപ്പോൾ അതുണ്ട്. പുതിയ തലമുറ, കോൺഗ്രസിലെ ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ആളുകൾ വരികയാണ്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശന് അതിലൊരു മേൽക്കൈ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഒരുപാട് ഉറച്ച നിലപാടുകളുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ഇപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ വളരെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സതീശൻ ഉറച്ച നിലപാടെടുത്തപ്പോൾ ചെന്നിത്തല ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായി അതിൽ പുകഞ്ഞുള്ളി പുറത്ത് എന്ന അർത്ഥത്തിൽ ഒരു നിലപാടെടുത്തു. ആ നിലപാട് ചെന്നിത്തലയ്ക്ക് അഡ്വാൻറ്റേജ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ നിലപാട്. ശബരിമല വിഷയത്തിലും അതുപോലെ ഇവിടുന്ന് ദ്വാരപാലക അടക്കം ശില്പങ്ങൾ പലതും പുറത്തു പോയിട്ടുണ്ട് എന്നും വിദേശ ഏജൻസിമാരുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിഷയങ്ങൾ ഒരു വ്യാപാരിയുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവന്നു. ഇപ്പോൾ തൽക്കാലം ഡി മണി പ്രതിയല്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും ഡി മണി ഏതെങ്കിലും തരത്തിൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അത് ചെന്നിത്തലയ്ക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ നല്ല പ്രവർത്തനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, കഴിഞ്ഞ നിയമസഭയുടെ കാലത്ത് നടത്തിയിട്ടുണ്ട്. നിയമപരമായ പോരാട്ടം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വരിക എന്നുള്ളതാണ് സ്വാഭാവികമായി ഇന്നത്തെ സാധ്യതയുള്ളത്. വേറെ ആരും പെട്ടെന്ന് അങ്ങനെ ക്ലൈമൻസ് ഇല്ല. അതുകൊണ്ട് ഇന്ന് ചെന്നിത്തല ഈ വിഷയത്തിലൂടെ കുറച്ച് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോഴും ഒരു ലീഡ് സതീശനാണ് എന്ന് തന്നെ പറയേണ്ടി വരും.